മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനമെടുത്തതാണെന്നും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചില്ലെന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. സ്കൂൾ സംരക്ഷണ സമിതി ഔദ്യോഗികമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും പി കെ അബ്ദുറബ്ബ് പറഞ്ഞിരുന്നു. ഉത്തരവ് നൽകിയ സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഉത്തരവ് എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായി ഒരു ഇത് ഗവൺമെന്റിന് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കലക്ടർ നൽകിയ റിപ്പോർട്ട് 3 ആഴ്ചയായി വിദ്യാഭ്യാസ മന്ത്രിയുടെ മേശപ്പുറത്തുണ്ടെന്ന് എ പ്രദീപ് കുമാർ MLA പറഞ്ഞു. സ്കൂൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയതാണ്. നിയമസഭയിൽ സ്കൂൾ തുറക്കുന്ന കാര്യം പുനഃപരിശോധിക്കുമെന്ന് ഉറപ്പു നൽകിയ മന്ത്രി ഇപ്പോൾ വാക്കുമാറ്റി പറയുന്നത് ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്നും എ പ്രദീപ് കുമാർ ചോദിച്ചു. DPIയും ഗവൺമെന്റ് സെക്രട്ടറിയും ഇത് പുനഃപരിശോധിക്കാവുന്നതാണ് എന്ന ശുപാർശയോടുകൂടെ ഒരു ഫയൽ അയച്ചത് തൻ്റെ മേശപ്പുറത്ത് 3 ആഴ്ചക്കാലമായിട്ട് ഇവിടെ അദ്ദേഹം അടക്കി വെച്ചിട്ട് അത് എന്തുകൊണ്ട് ക്യാബിനറ്റിലേക്ക് കൊണ്ടുപോകുന്നില്ല? ആരെ സംരക്ഷിക്കാനാണ്, ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതവിടെ വെച്ചിരിക്കുന്നത്? സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതുവരെ നടപടികളുമായി മുന്നോട്ടു പോകാൻ സ്കൂൾ സംരക്ഷണ സമിതി തീരുമാനിച്ചു. സ്കൂളിന്റെ പുനർനിർമ്മാണവും പ്രവേശന നടപടികളും ത്വരിതഗതിയിൽ നടക്കുകയാണ്. മീഡിയ 1 കോഴിക്കോട്.